എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഡെക്ക് സ്റ്റെയിനിങ്ങിനെ കുറിച്ചാട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ വീടിൻ്റെ പുറത്തായിട്ടുള്ള ഡെക്കാണ്. അപ്പോൾ ഈ വുഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതായത് വെതർ കണ്ടീഷൻസ്, മഴയും സ്ഥിരമായി മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ പൂപ്പലും പോലെയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ UV റേസ് അടിച്ചടിച്ച് ഡെക്ക് അത്യാവശ്യം ഫെയ്ഡായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഡെക്ക് സ്റ്റെയിൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ വെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡെക്ക് ആൻഡ് ടിമ്പർ ക്ലീനർ യൂസ് ചെയ്തിട്ട് നമ്മൾ അത് വാഷ് ചെയ്യുക കേട്ടോ. ആദ്യം ഡെക്ക് നന്നായിട്ട് വാഷ് ചെയ്യണം. ശരിക്കും ഒരു സോപ്പ് പത പോലത്തെ ഒരു സംഭവം, സോപ്പ് വെള്ളം പോലത്തെ ഒരു സംഭവം അതിട്ട് നന്നായിട്ട് ഉരച്ച് 2 തവണ കഴുകണം. അപ്പോൾ ആ പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അത് ബ്രഷ് ചെയ്ത് ഉരച്ച് കളയണം കേട്ടോ. എന്തെങ്കിലും പൂപ്പൽ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉരച്ച് കഴുകണം. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. സോപ്പിൻ്റെ അംശമൊന്നുമില്ലാതെ വാഷ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്ലീനിങ് പാർട്ട് കഴിഞ്ഞു. ഇനി ഡെക്ക് സ്റ്റെയിനിങ് ആണ്. അതിനായിട്ട് നമ്മൾ ഡെക്ക് സ്റ്റെയിനിങ് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്, ഫർണിച്ചർ ഓയിൽ. ഇത് ഓയിൽ ബേസ്ഡ് ആട്ടോ. വാട്ടർ ബേസ്ഡും ഉണ്ട്, ഓയിൽ ബേസ്ഡും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യണത് ഓയിൽ ബേസ്ഡ് 8 ലിറ്റർ ടിന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക്, ഇത്രയും സംഭവങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. 2 ബ്രഷ്, പിന്നെ ആ വലിയ ബ്രഷ്, അതായത് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു വലിയ ബ്രഷ്, പിന്നെ ഈ സ്റ്റെയിനിങ് ഓയിൽ അതൊഴിച്ച് വെക്കാൻ പറ്റിയൊരു ട്രേ. അതാണ് ഈ ബ്ലാക്ക് ട്രേ. ഇത് കണ്ടോ, നമ്മുടെ ഡെക്കിൻ്റെ ഇപ്പോഴത്തെ കളർ ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഫെയ്ഡായി, UV റേസൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് ഫെയ്ഡായിട്ടിരിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ബ്രഷ്. ഇത് നമ്മളുടെ വീടൊക്കെ തുടക്കണ പോലത്തെ ഒരു ജസ്റ്റ് ഒരു സ്റ്റിക്കും അതിൻ്റെ അടിയിൽ കുറച്ച് ബ്രഷ് പോലത്തെ സംഭവമാണ്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഡെക്ക് സ്റ്റെയിനിങ് ചെയ്യാൻ പറ്റും. ഇതുണ്ട്, നമ്മൾ ആ ഓയിൽ ഒഴിച്ച് ആ ട്രെയിൽ നിന്ന് ഈ ബ്രഷ് വെച്ച് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ സൈഡ് ഇങ്ങനെ വടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെയിൻ ചെയ്യുമ്പോൾ സൈഡിൽ ഒരു കാർഡ്ബോർഡ് പീസ് വെക്കണുണ്ട് കേട്ടോ. കാരണം നമ്മളുടെ വോള് നല്ല വൈറ്റ് കളർ പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് മുട്ടാതിരിക്കാൻ വേണ്ടി ഒരു കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. കാരണം അപ്പോൾ നമുക്ക് ഒരു സേഫ്റ്റി പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇങ്ങനെ വെക്കണത്. എങ്ങാനും അതിൽ ആ കളർ പിടിക്കാതിരിക്കാൻ. ഇത് ഭയങ്കര കറ പോലത്തെ ഒരു കളറാണ്. അപ്പോൾ ആ സ്റ്റെയിൻ പിടിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കറോ അല്ലെങ്കിൽ സാധാരണ മാസ്കിംഗ് ടേപ്പും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് എളുപ്പത്തിന് നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സൈഡൊക്കെ നമ്മൾ ചെറിയ ബ്രഷ് വെച്ചാണ് പെയിൻറ്റ്
സാധാ പെയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതി. അല്ലെങ്കിൽ മറ്റേ ബ്രഷ് വെച്ച് സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വൈറ്റ് സ്റ്റോൺസ് കളറിലെ സ്റ്റോൺസാണ് നമ്മളവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിലൊക്കെ പെയിൻറ്റ് ഭയങ്കരമായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ബ്രഷ് യൂസ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ ഡെക്ക് സ്റ്റെയിനിങ് കഴിഞ്ഞിട്ടോ. ഇത് ഡെക്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.